ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളൊരു ബ്രെഡ് പുഡിംഗ് ഉണ്ടാക്കി നോക്കിയാലോ? അപ്പോൾ അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്ത് ഒരു കുഞ്ഞു ബെൽ ബട്ടൺ ഉണ്ട്, അതും കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ 3/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് കാരമലായി വരണം. ചെറിയ തീയിലിട്ടിട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ പഞ്ചസാര നന്നായി അലിഞ്ഞു വന്ന് തുടങ്ങിയിട്ടുണ്ട്. കളറൊക്കെ നല്ല റെഡ് കളറായി വന്നിട്ടുണ്ട്. തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കളറ് മാറിപ്പോവും. അപ്പോൾ ഇത് നന്നായി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്യാണ്. ഇനി പഞ്ചസാര ഉരുക്കിയത് ഞാൻ ഈ ഒരു പാത്രത്തിലാണ് പുഡിംഗ് ഉണ്ടാക്കാൻ പോണത്. ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഇതൊന്ന് നന്നായി ചുറ്റിച്ചു കൊടുക്കുക. ചൂടോടെ തന്നെ ചെയ്യണേ. ഇത് സെറ്റാനായി മാറ്റി വെക്കുക. അപ്പോൾ ഇനി നമ്മൾ ബ്രെഡൊന്ന് പൊടിച്ചെടുക്കണം. ഒരു 4-6 ബ്രെഡ് ഉണ്ട്. ഇത് ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ്. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ട് വരാം കേട്ടോ. അപ്പം ഞാൻ ബ്രെഡ് നന്നായി പൊടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ. അപ്പം ഞാൻ 1/2 ലിറ്റർ പാല് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് ഒരു 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ്. കുറച്ച് പാല് ഇതിൽ നിന്ന് എടുത്ത് ഈ കസ്റ്റേർഡ് പൗഡർ നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. തീരെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നന്നായി മിക്സ് ചെയ്യുക. അപ്പോൾ അത് നന്നായി കുറുകിയിട്ട് ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൽ കുറേശ്ശെ ബ്രെഡ് പൊടിച്ച് വെച്ചതുണ്ടല്ലോ, അത് കുറേശ്ശെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക. ഒന്നിച്ച് ചേർക്കരുത്, പെട്ടെന്ന് കട്ട പിടിച്ച് പോകും. നന്നായി കട്ട പിടിച്ചിട്ട് ചെയ്ത് കൊടുക്കണം. തീ നന്നായി കുറച്ചിടണേ. ഞാൻ മുഴുവൻ പൊടിച്ച ബ്രെഡും ഇതിൽ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സായി വന്നിട്ടുണ്ട്. നമ്മൾ തീ ഓഫ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഈ കൂട്ട് ഈ പഞ്ചസാര റെഡിയാക്കി വെച്ചതിലേക്ക് ഈ ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ച് നന്നായി ഒന്ന് ലെവലിൽ ചെയ്ത് കൊടുക്കണം. നന്നായി ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൻ്റെ മേലെ ഒരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്യണത് ആവിയിൽ വേവിച്ചെടുക്കാനാണ്. അപ്പോൾ വെള്ളം മുഴുവനും ഇതിൽ വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിന് മേലൊരു തട്ട് വെച്ചിട്ട് അതിൽ ഇത് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഒന്ന് അടച്ച് വെക്കുക. ഒരു 15-20 മിനിറ്റ് ഇതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാൻ പുഡിങ് വേവിക്കാൻ വേണ്ടി വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നേരമായി ഞാൻ ഓഫ് ചെയ്തിട്ടിട്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിത് ഒന്ന് ഇതിൽ നിന്നെടുത്ത് മാറ്റിയിട്ട് ഒരു മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലൊന്ന് വെക്കണം. അതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാം.
അങ്ങനെ ഞാൻ പുഡിങ് 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് തുറന്ന് വെക്കട്ടെ. നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നന്നായി വിട്ട് വന്നിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണേ. നല്ല സൂപ്പറായി വന്നിട്ടുണ്ട് പുഡിങ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റുള്ളൊരു പുഡിങ്ങാണ്. അപ്പം ഞാൻ ഈ പുഡിങ് ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. വീട്ടിലൊക്കെ ബ്രെഡൊക്കെ എപ്പോഴും ഉണ്ടാവില്ലേ, അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കുക. പിന്നെ കസ്റ്റേർഡ് പൗഡർ ഇഷ്ടമില്ലാത്തവർ കോൺഫ്ലവർ ചേർത്ത് ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള ഇത് പുഡിങ്ങാണ്. എല്ലാവരും ചെയ്ത് നോക്കണേ. അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരും. ഹായ്, ഇതാ ഇവിടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല സൂപ്പർ ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബായ്.